5 ലെയറുള്ളൊരു മാല ഉണ്ടാക്കിയുള്ളൂ. അപ്പം ഞാൻ 5 മടക്കാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ത്രെഡ് 16 ഇഞ്ചാണ് എടുത്തത് കേട്ടോ. 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കെട്ടി വെക്കണ്ടേ, നമുക്ക് ബാലൻസ് വരുന്ന കെട്ടി വെക്കാനുള്ള ഒരു ത്രെഡ് ബാലൻസ് വെക്കണം കേട്ടോ. അപ്പോൾ 16ൻ്റെ കൂടെ 2 ഇഞ്ച്, 2 വേണ്ട 1.5 ഇഞ്ച് മതിയാവും കേട്ടോ, എക്സ്ട്രാ എടുക്കണം. അതേപോലെ ഒരേ കളറുള്ള 3 ബീഡാണ് എടുക്കുന്നത്. അതിൽ 2 എണ്ണം ഒരേ ഷേപ്പാണ്, സൈസ് ഡിഫറെൻ്റ് ആണ്. ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ റൈസ് ബീഡ് വലുതും ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 mm വൈറ്റ് ചെറിയ ബീഡ് കേട്ടോ. അപ്പോൾ 3ഉം വൈറ്റ് കളറാണ്. അപ്പോൾ 3ഉം ഒരേ കളറായിരിക്കണം, ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ കളറായിരിക്കണം, ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഒരേ ബീഡ് തന്നെ ഒന്നാമത്തെ ലെയറിൽ കോർക്കും. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു റൈസ് ബീഡാണ് കോർക്കുന്നത്. റൈസ് ബീഡ് മാത്രം കേട്ടോ ഫസ്റ്റ് ലെയറിൽ കോർത്തു. അതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് ഗിയർ ലോക്ക് ജംറിങ് എടുത്തിട്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സ്റ്റാർട്ടിങ്ങിലും ജംറിങ് വെച്ച് കെട്ടി വെച്ചു, ലാസ്റ്റും എൻഡിങ്ങിലും ജംറിങ് കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിൽ അളവെടുക്കാൻ അല്ലെങ്കിൽ ടേപ്പിൽ അളവെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ കഴുത്തിൻ്റെ അളവെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ അളവെടുക്കാം. അങ്ങനെ അളവെടുത്ത് ഇതേപോലെ കോർത്ത് ജംറിങ് കെട്ടി വെച്ചതിന് ശേഷം അടുത്ത ബീഡ് അതിനേക്കാൾ സൈസ് കുറവ് ആയ റൈസ് ബീഡ് ഇതേപോലെ കോർത്തെടുത്തു കണ്ടിന്യൂ ആയിട്ട്. ഇടയിൽ വേറെ ബീഡ്സ് ഒന്നും കോർക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ വന്നിട്ട് വലിയ ബീഡ്, സെക്കൻഡ് ലെയർ വന്നിട്ട് ചെറിയ ബീഡ്, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഒരു ജംറിങ്ങില്ലേ അതിലേക്ക് അവസാനിപ്പിച്ച് നല്ല രീതിക്ക് കെട്ടി വെക്കുക. ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചാൽ മാത്രമേ അതവിടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിൽക്കത്തുള്ളൂ. അതിന് ശേഷം ചെയ്യേണ്ട കാര്യം, നമ്മൾ മൂന്നാമത്തെ ബീഡ് കോർക്കുക. അപ്പം മൂന്നാമത്തെ ബീഡ് വന്നിട്ട് ചെറിയ റൗണ്ട് ബീഡാണ്, 3 mm ബീഡാണ് കേട്ടോ. സെയിം വൈറ്റ് കളർ തന്നെയാണ്. അപ്പം 3 mm വൈറ്റ് ബീഡ് കൂടെ കോർത്തെടുക്കാം. അപ്പോൾ അത് കോർത്തെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. എല്ലാ ബീഡും സൂചിയിൽ കയറണമെന്നില്ല. അപ്പോൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ, ചെറിയ ബീഡ്സ് എടുക്കുന്നവർ. അങ്ങനെ ആ ഒരു ചെറിയ ബീഡും കോർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ എൻഡും നമ്മുടെ ജംറിങ്ങിലേക്ക്, നേരെ ഓപ്പോസിറ്റിലെ ജംറിങ്ങിലേക്ക് കെട്ടി വെക്കുക. അപ്പോൾ സൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ലെയറിൻ്റെ കേട്ടോ. വലിയ ബീഡിനേക്കാളും കുറച്ച് ചെറിയ ബീഡായാലും കുഴപ്പമൊന്നുമില്ല. വലിയ ഡിഫറൻസ് വരാതിരുന്നാൽ മതി. ചെറിയ ഡിഫറൻസ് ഒന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ചെറിയ ബീഡ് കോർത്തിട്ട് ഇതേപോലെ കോർത്തതിന് ശേഷം ജംറിങ്ങിൽ കെട്ടി വെച്ചതിന് ശേഷം അടുത്ത വന്നിട്ട് 2 മോഡൽ ബീഡ് കോർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ റൈസ് ബീഡും വലിയ റൈസ് ബീഡ് ആ ഒരു മോഡലിലാണ്, ആ ഒരു പാറ്റേണിലാണ് കോർക്കുന്നത് കേട്ടോ. അതേപോലെ കോർത്തതിന് ശേഷം എൻഡിൽ ജംറിങ്ങിലേക്ക് കെട്ടി വെക്കുക. തിരിച്ച് ഇങ്ങോട്ടേക്ക് 3 ബീഡും കോർക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ലെയറിലും ഓരോ പാറ്റേൺ ആയിരിക്കണം വേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓരോ ലെയറിലും ഓരോരോ മോഡലായിരിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറിൽ വലിയ ബീഡ്, രണ്ടാമത്തെ ലെയറിൽ അതിനേക്കാളും ചെറിയ റൈസ് ബീഡ്, മൂന്നാമത്തെ ലെയറിൽ റൗണ്ട് ബീഡ്, നാലാമത്തതിൽ റൈസ് ബീഡിൻ്റെ വലുതും ചെറുതും, അഞ്ചാമത്തിൽ 3 ബീഡും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്തു, നല്ല രീതിക്ക് കെട്ടി, എന്നിട്ട് എൻഡ് ഭാഗം അടുത്തുള്ള ബീഡ്സിലേക്ക് കോർത്ത് വെച്ചു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഈ ഒരു നാട കൂടെ കോർത്തതിന് ശേഷം 2 സൈഡും കോർക്കുക. കോർത്തെടുത്തതിന് ശേഷം നിന്നില്ല, 2 സൈഡിലും കോർക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികൾ വാതിൽ അടക്കുന്ന ശബ്ദമുണ്ട്, ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ നമ്മുടെ ജ്വല്ലറി ചെയിനും നെക്ലേസിൻ്റെ ഒക്കെ ബേക്കിൽ ഈ ഒരു ചരട് കിട്ടില്ലേ, അത് കൂടെ കോർത്തതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വർക്ക്. വളരെ എളുപ്പമൊന്നും അറിയില്ല, കോർത്തെടുക്കാനുള്ളൊരു സമയമുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മാലയായി മാറിയിട്ടുണ്ട്. ഞാൻ ഇത് 2 ടൈപ്പിലിടാം. ഒന്ന് ഇത്ര ലെങ്ത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ നെക്ലേസ് പോലെ കഴുത്തിലിങ്ങനെ കുടുങ്ങി നിൽക്കുന്ന രീതിയിലും. കണ്ടല്ലോ, ഈ ഒരു ലെങ്ത്തിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കഴുത്തിൽ കുറച്ച് നെക്ലേസ് പോലെ ഉള്ളിൽ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാലയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.